നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൽ അനുഗ്രഹീതരെ, ഒരു പ്രാവശ്യം കൂടി ഒന്നിച്ചായിരിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ദൈവത്തെക്കുറിച്ച് അധികം മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന പാതകളിൽ യാത്ര ചെയ്യുകയും ചെയ്യണമെന്നാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റവും നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അറിവ് നേടി ഏറ്റവും മികച്ചവരായി, അതെ, അറിവുള്ളവരായി അവർ വളർന്നു വരണം എന്നുള്ളത് തന്നെയാണ്. ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോഴും ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, ഒരുപക്ഷെ നമ്മളതിനെ കഷ്ടതയെന്നോ മറുപടികളില്ലാത്ത സമയമെന്നോ ദൈവം സംസാരിക്കാത്ത സമയമെന്നോ ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ചില സമയങ്ങൾ, ആ സമയങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ചില ആത്മീയതയുടെ പാഠങ്ങൾ തിരിച്ചറിവുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം ഒക്കെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ പാഠശാല എന്ന് നാം അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു പാഠശാല എന്ന് പറയുന്നത് അറിവിൻ്റെ, അതെ, അറിവ് നേടുന്ന ഇടമാണ്, ജ്ഞാനം പ്രാപിക്കുന്ന ഇടമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങൾ ദൈവം തൻ്റെ പാഠശാലയിൽ നമ്മളെ ആക്കാറുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെ ആക്കിയിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പാഠശാലയിലൂടെ കടന്നുപോയവരാണ്. അബ്രഹാം എന്ന് പറയുന്ന ദൈവമനുഷ്യൻ 25 വർഷങ്ങളാണ് ഒരു തലമുറയില്ലാതെ വിഷമിച്ച് ദൈവം പറഞ്ഞ് കേട്ട് നടന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ 25 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം, ദൈവം കൊടുത്ത തലമുറയെ ദൈവം തിരിച്ചു ചോദിച്ചപ്പോൾ വൈമനസ്യമില്ലാതെ മടക്കി കൊടുക്കുവാൻ താൻ മനസ്സുള്ളവനായി തീർന്നു. അതാണ് ദൈവത്തിൻ്റെ പാഠശാലയിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റം. മോശയെ എടുത്തുകൊള്ളുക. ഏകദേശം 40 വർഷങ്ങൾ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പാഠശാലയിലായിരുന്നു. മോശയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം. മിസ്രൈമ്യരെയൊക്കെ അടിച്ചു കൊല്ലുവാൻ തക്കവണ്ണം ദേഷ്യമുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവമുള്ളവനായിരുന്ന വ്യക്തിയെക്കുറിച്ച് പിന്നീട് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂമിയിലേക്കും അതിസൗമ്യനായ മനുഷ്യനായിരുന്നു. ദൈവം പറയുന്നത് അപ്രകാരം തന്നെ കേട്ട മനുഷ്യൻ. യോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് നോക്കുക. ഏകദേശം 17 വർഷത്തോളമായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ കഷ്ടതയെന്നോ പ്രയാസമെന്നോ ഒക്കെ നാം വിളിക്കുന്ന, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പാഠശാലയിൽ താൻ കടന്നുപോയത്. ആ 30 വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്കെല്ലാം അടക്കി കൊടുത്തപ്പോൾ, പദവി നൽകി കൊടുത്തപ്പോൾ, അനുഗ്രഹങ്ങൾ നൽകി കൊടുത്തപ്പോൾ, ഉന്നതമായ അവസ്ഥയിലേക്ക് ദൈവം തന്നെ എത്തിച്ചപ്പോൾ, തന്നെ കുഴിയിലിട്ട തൻ്റെ സഹോദരന്മാർ തിരികെ വന്നപ്പോൾ അവരെ മറിച്ചൊന്നും പറയാതെ, അവരെ കുറ്റം വിധിക്കാതെ, അവരെ ശിക്ഷ വിധിക്കാതെ അവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ യോസഫിന് കഴിഞ്ഞത് നീണ്ട വർഷങ്ങൾ ദൈവത്തിൻ്റെ പാഠശാലയിലൂടെ കടന്നുപോയി ദൈവമാരാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ദാവീദിനെ നോക്കിക്കൊള്ളുക. വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ആരെയെല്ലാം ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ നാം മനസ്സിലാക്കിയിട്ടുന്ന ഒരു കാര്യം, അവരെയൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ദൈവം കടത്തിവിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ചില സമയങ്ങൾ, കഷ്ടതയെന്ന് നാം വിളിപ്പേരിട്ട് വിളിക്കുന്ന സമയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് നാം ചിന്തിക്കുന്ന സമയങ്ങൾ, അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന ചില പ്രതിസന്ധികൾ, വാതിലടഞ്ഞു എന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ ചില പാഠങ്ങൾ നാം പഠിച്ചെടുക്കണമെന്ന്, തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സമയങ്ങളാണ്. വേഗത്തിൽ 1-2 ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 52-ാമത്തെ വാക്യം. ആ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ഈ വചനത്തിൽ നിന്ന് ഏതാനും ചില ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകട്ടെ. ഒരുപാട് പ്രാവശ്യം ഈ വേദഭാഗങ്ങൾ എൻ്റെ ശ്രോതാക്കൾ വായിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ അന്തസത്ത എന്താണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഈ ആത്മീക പാഠങ്ങൾ എന്തൊക്കെയാണ്, ചില മിനിറ്റുകൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്.
മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യേശു തന്റെ ശിഷ്യന്മാരെ ചില ശുശ്രൂഷകൾക്കായിട്ട് പറഞ്ഞയച്ച ശിഷ്യന്മാർ അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിശക്തമായ മിനിസ്ട്രി ചെയ്ത് അവർ തിരിച്ച് യേശുവിൻ്റെ അരികിലേക്ക് വന്നു. 30-ാമത്തെ വാക്യം. യേശുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ക്ഷീണിതരായി തളർന്ന് ആണ് അവർ വന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശു ശിഷ്യന്മാരോട് പോയി അല്പസമയങ്ങൾ വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവരൊരു നിർജ്ജന പ്രദേശത്തേക്ക്, ഒരു ഏകാന്ത സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മരുഭൂമിക്ക് സമമായ ഒരു സ്ഥലത്തേക്ക് പടക് കയറി അവർ പോവുകയാണ്. അവർ പോയി അവിടെ ഇരിക്കുമ്പോൾ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് വലിയൊരു ജനത ആ സ്ഥലത്തേക്ക് എത്തി. യേശു അവരോട് ഉപമകൾ പറയുവാൻ തുടങ്ങി. അവരോട് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ 35-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചില കാര്യങ്ങൾ പറയുകയാണ്. പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് നിർജ്ജന പ്രദേശമാണ്, എത്രയും വേഗം ഈ ജനത്തെ പറഞ്ഞയക്കുക. നോക്കുക, ശിഷ്യന്മാർ എങ്ങനെയെങ്കിലും അവരുടെ തലവേദന ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. കാരണം വിജനമായ സ്ഥലത്ത്, ഏകാന്തമായ സ്ഥലത്ത്, ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാത്ത സ്ഥലത്ത് ഇത്രയധികം ജനങ്ങൾ രാത്രി തങ്ങിയാൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റവും ഒടുവിൽ തൻ്റെ ശിഷ്യന്മാരുടെ തലയിൽ തന്നെ, അല്ലെങ്കിൽ തങ്ങളുടെ തലയിൽ തന്നെ ആ ഉത്തരവാദിത്വം വരുമെന്ന് മനസ്സിലാക്കിയിട്ടാകാം ബുദ്ധിപൂർവം അവർ യേശുവിനോട് പറഞ്ഞു, ഈ ജനത്തെ പറഞ്ഞു വിടുക. പക്ഷെ കർത്താവ് ഒരിക്കലും അവരെ പറഞ്ഞു വിടുന്നില്ല. അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കർത്താവ് അവരെ പറഞ്ഞു വിട്ടില്ല? അവിടെ എഴുതിയിരിക്കുന്നത്, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഈ ജനത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് മനസ്സലിവുണ്ടായി. സത്യത്തിൽ മനുഷ്യ ശരീരത്തിൽ ആയിരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശുവും മാനുഷികമായി തനിക്ക് തളർച്ചകൾ ഉണ്ടാകാം. പക്ഷെ തൻ്റെ അരികിലേക്ക് വന്നവരെ പറഞ്ഞയക്കാൻ കർത്താവിന് മനസ്സുണ്ടായില്ല. പക്ഷേ ശിഷ്യന്മാരെ നോക്കുക, അവർ ഇവരെ പറഞ്ഞയക്കാനാണ് ശ്രമിച്ചത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനെ പിൻപറ്റുമ്പോൾ ആ കർത്താവിൻ്റെ ചില ഗുണഗണങ്ങൾ, ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നില്ലെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ട് ആ ഗുണങ്ങൾ നമ്മിലേക്ക് ദൈവം കൊണ്ടുവരും. അല്ലെങ്കിൽ നാം തന്നെ ചില പാഠങ്ങൾ പഠിച്ചെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നോക്കുക, എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ല, ഞാൻ ഈ ജനത്തെ പറഞ്ഞയക്കുകയില്ല. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ എൻ്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കുക. അപ്പോൾ അവർ ചില കണക്കുകളൊക്കെ കൂട്ടി ഏറ്റവും ഒടുവിൽ അവരുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കർത്താവ് അത് എടുത്തിട്ട് 5 അപ്പവും 2 മീനും കൊണ്ട് അവിടെ കൂടിയിരുന്ന 5000-ഓളം വരുന്ന പുരുഷന്മാരുള്ള ആ ജനസമൂഹത്തിനെ തിന്ന് അവരെ തൃപ്തി പ്രാപിച്ച് ഇരിക്കുമ്പോൾ 45-ാമത്തെ വാക്യത്തിൽ അത്ഭുതങ്ങളെല്ലാം കഴിഞ്ഞ് 12 കൊട്ടയാണ് ബാക്കി വന്നത്. ഒരുപക്ഷെ ഓരോ ശിഷ്യന്റെ കയ്യിലും ഓരോ കൊട്ട വീതമെങ്കിലും അപ്പമുണ്ടാകാം. അവരിന്ന് വിശ്രമിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറുകയാണ്. യേശു അവരെ നിർബന്ധിച്ച് ബെത്സയിദയിലേക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. ഗെന്നസരത്ത് എന്ന് പറയുന്ന തടാകം, അല്ലെങ്കിൽ തിബിരിയാസ് എന്ന് നാം വിളിക്കുന്ന തടാകം, പ്രൈസ് ദി ലോർഡ്, ഈ തടാകത്തിൽ അത് യാത്ര ചെയ്ത് അക്കരെ പോകുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് നിർബന്ധിക്കുകയാണ്. നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ പോകാൻ മനസ്സില്ലാത്തവരെ പോകാനായിട്ട് പ്രേരിപ്പിച്ചു എന്നാണ്. ചില സമയങ്ങളിൽ നമുക്കിഷ്ടമല്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? ചില പാഠങ്ങൾ നാം പഠിക്കുവാനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നമ്മൾ കാണുന്നത് അവരവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. പ്രാർത്ഥിക്കുവാനായിട്ട് യേശു മലയിലേക്ക് കയറിപ്പോകും. പക്ഷെ പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നറിയാമോ? ഈ പടക് കരയിൽ നിന്ന് കുറച്ചു ദൂരം മാറിയപ്പോൾ വലിയ കാറ്റും കോളും ഈ പടകിന് നേരെ അടിക്കുവാൻ തുടങ്ങി. തൻ്റെ ശിഷ്യന്മാർ തണ്ടു വലിച്ച് വലയുന്നത്
യേശു കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. 48-ാമത്തെ വാക്യം, അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. നോക്കുക, കർത്താവിന് അറിയില്ലായിരുന്നോ അവർ ഒരു വലിയ കാറ്റിലേക്കും തിരമാലയിലേക്കും കോളിലേക്കും ആണ് അവരുടെ പടകിറങ്ങിപ്പോകുന്നതെന്ന് അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. പക്ഷെ എന്തിനത് അനുവദിച്ചു? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരെ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാനാണ് കർത്താവ് அதை ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് 4-ാം യാമത്തിൽ കടലിന്മീതെ നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് യേശു വന്ന് ആ കടലിനെ ശാന്തമാക്കി ആ പടകിലേക്ക് കയറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്, അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി ഗ്രഹിച്ചില്ല. നമ്മുടെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് ഹൃദയം കടുത്തുപോയത്? എന്താണ് അപ്പത്തിന്റെ സംഗതി ഗ്രഹിക്കാത്തത്? എൻ്റെ വചനത്തിൽ, എൻ്റെ ധ്യാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. മനസ്സലിവുള്ള മഹാദയുള്ള തൻ്റെ അരികിൽ കടന്നു വരുന്ന ഇടയിനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായ ഈ ജനസമൂഹത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് ആർദ്രത തോന്നി, മനസ്സലിവ് തോന്നി. അവരെ പറഞ്ഞയക്കുവാൻ യേശു താല്പര്യപ്പെട്ടില്ല. പക്ഷെ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് അഭിമാനിക്കുന്നവർ, വിളിപ്പേരുള്ളവർ, വലിയ ശുശ്രൂഷകൾ ചെയ്തുവെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ആ ശുശ്രൂഷകൾ കഴിഞ്ഞു വന്നവർ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ ജനസമൂഹത്തെ പറഞ്ഞുവിടാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. യേശുവിൽ പോലും അവർക്ക് വിശ്വാസമില്ല. കാരണം എന്താ? ഈ വന്ന ജനത്തെ, വിളിച്ചുകൂട്ടിയ ജനത്തെ പോഷിപ്പിക്കുവാൻ കർത്താവിന് നന്നായി അറിയാമെന്നുള്ള ഒരു ബോധ്യം ഇവരിൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അതവരിൽ ഉണ്ടായില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സമയങ്ങളിലും നമ്മളൊക്കെ ആത്മീയതയുടെ ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ കാണാത്ത എത്രയോ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? നാം ചിലത് പഠിക്കാനാണ്. നാം ചിലത് തിരിച്ചറിവുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്പർ 1. നമ്പർ 2, അവർ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിർജ്ജന പ്രദേശമാണ്, ഇരുട്ടാകിയാണ്, ഈ ജനത്തെ പറഞ്ഞയക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സമയത്തും സൃഷ്ടിതാവായ ദൈവത്തോട് സൃഷ്ടി ബുദ്ധി പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെയൊക്കെ പല പ്രാർത്ഥനകളിലും നമ്മളൊക്കെ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ദൈവത്തിന് വഴികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ബുദ്ധി പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കുക, എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത്, എന്ത് ചെയ്യണമെന്നുള്ളത് സൃഷ്ടാവായ ദൈവത്തിന് നന്നായിട്ട് അറിയാം. സൃഷ്ടികളായ നമ്മൾ ദൈവത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടെന്നേ ആവശ്യമില്ല എന്നുള്ള സത്യമാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും, ഏത് കാറ്റും ഏത് തിരമാലയും ഏത് കോളും അടിച്ചാലും ആ കോളിൽ അവൻ വിളിച്ചിറക്കിയവർ മുങ്ങിപ്പോകത്തില്ല എന്നും ആ കോളിൻ്റെയും തിരമാലകളുടെയും മുകളിലൂടെ നമ്മുടെ പടകിലേക്ക് നടന്നെത്തുന്നവനാണ് യേശുവെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവം നമ്മളെ നടത്തുന്ന, ദൈവം നമ്മെ ആക്കി തീർക്കുന്ന ചില പാഠശാലകൾ, എൻ്റെയും നിങ്ങളുടെയും വേദനകളുടെയും കഷ്ടങ്ങളുടെയും ചില സമയങ്ങളിൽ അയ്യോ കഷ്ടതയാണ്, വേദനയാണ്, എനിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്ന് കരുതി ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവം പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങൾ പഠിച്ചാൽ അടുത്ത ദിവസങ്ങളിലേക്കുള്ള അതേ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി അത് മാറുവാനിടയാകും. പണിയപ്പെടാത്തവർക്ക് ഒരിക്കലും പണിയുവാനായിട്ട് കഴിയുകയില്ല. ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെങ്കിൽ അവൻ പണിയപ്പെടണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പണിയപ്പെടാം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിനെ ഒരുക്കിയതുപോലെ, മോശയെ ഒരുക്കിയതുപോലെ നമ്മയൊക്കെ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി, ചില പ്രത്യേക പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 2-3 വാക്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകത്തിലെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അപ്പൻ മകനെ ശാസിച്ച് ശിക്ഷിച്ച് നടത്തുന്നത് പോലെ ദൈവം നമ്മെ നടത്തുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, മകനെ ദൈവത്തിന്റെ ശിക്ഷയെങ്കിൽ നീ മുഷിഞ്ഞു പോകരുത്. ദൈവം നമ്മെ ശാസിക്കുമ്പോൾ, ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ നാം മുഷിഞ്ഞു പോകരുത്. എന്തുകൊണ്ടാണ്? ദൈവത്തിന് സ്തോത്രം, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ചില തിരിച്ചറിവുകൾ ജീവിതത്തിൻ്റെ അകത്ത്
നാം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചറിവുകൾ നമുക്ക് നേടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും മറ്റു ചില സന്ദേശങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ തൻ്റെ കൃപയുടെ മറവിൽ ദൈവം നമ്മെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.